പ്രശാന്തഗിരി, പേരന്വർത്ഥമാക്കുന്ന പ്രശാന്ത സുന്ദര ഗ്രാമം. കുടിയേറ്റത്തിൻ്റെ സുന്ദര സ്വപ്നങ്ങളിൽ രമിച്ച് കുടിയേറിയ ഒരു പറ്റം ആളുകൾ മാനന്തവാടി, വാളാട്, പേരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെട്ടപ്പോൾ ഈ ഭൂമിയുടെ മധുര സംഗീതം കേട്ട് കുറച്ചാളുകൾ ഇവിടെയും കുടിൽക്കെട്ട് ജീവിതം മുളപ്പിച്ചു. ഈ മനോഹര തീരത്ത് അതിമനോഹരമായ ഒരു ദേവാലയം പണി കഴിപ്പിച്ച് കർത്താവിൻ്റെ പുകഴ്പാടി ഇവിടത്തെ മാലോകരത ഏറ്റുപാടി. കർത്തൃസ്തുതിയുടെ അലയൊലികൾ ഈ നാടിൻ്റെ ശാന്തതയ്ക്കും സന്തോഷത്തിനും ഐശ്വര്യത്തിനും ഉതകം വിധം പ്രഭാപൂരിതമായി നിലനിൽക്കുന്നു. ഈ കുരിശിൻ്റെ പ്രഭ ഇവിടമാകെ പ്രസരിക്കുന്നു. പ്രശാന്തഗിരി സെൻറ്റ് ജോസഫ് ദേവാലയം 2006 ഒരു കുരിശുപള്ളിയാണ് ഉയർത്തപ്പെട്ടത്. അതിനുശേഷം 1990 ഇവിടെ ഒരു പുതിയൊരു ദേവാലയത്തിൻ്റെ ഷെഡ് വരികയും ഞായറാഴ്ച ദീപബലി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 1992 ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ വേദപാഠം ആരംഭിക്കുകയും വിശുദ്ധ ബലി തുടർച്ചയായിട്ട് നടത്തുകയും ചെയ്തു. 2014 ഇവിടെ ഈ മനോഹരമായ ദേവാലയം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. ദൈവത്തിന് പ്രത്യേകമായിട്ട് അനുഗ്രഹമാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയുടെ പുറകിൽ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം മൂലം ഈ പ്രദേശം മുഴുവൻ ദൈവാനുഗ്രഹത്താൽ പൂരിതമായിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഈ ഇടവകയിലുള്ളവർക്ക് മറ്റു പുറത്തുള്ളവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥരിവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുനാളിൻ്റെ അവസരങ്ങളിൽ ധാരാളം ആൾക്കാർ ഇവിടെ സംബന്ധിക്കുകയും ധാരാളം അനുഗ്രഹം നേടുകയും ചെയ്യുന്നുണ്ട്. ഈ ദേവാലയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലയിലൂടെ ഈ ദേവാലയം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സംഘടനകൾ KCY ഉണ്ട്, മിഷൻ ലീഗുണ്ട്, മാതൃവേദിയുണ്ട്. അങ്ങനെയുള്ള സംഘടനകളൊക്കെ വളരെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാരെല്ലാം വളരെ സജീവമായിട്ട് ഈ ഇടവയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇടവ സജീവമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിശ്വാസ ജീവിതം ഒത്തിരിയേറെ വിശ്വാസ ജീവിതത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഈ ദേവാലയത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 98-99% ആൾക്കാർ ഞായറാഴ്ച ദീപബലിയിൽ സംബന്ധിക്കുന്നുണ്ട് നിരന്തരമായിട്ട്. അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മേഖലയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ ദേവാലയം വഴി ദൈവം ഈ പ്രദേശത്ത് നിന്നിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം
ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം നാദം വചനനാദമായാതിരൂപനായാദ്യം ശേഷം പാപഹേതുവായി പതനനാമമായാദം നാദം വചനനാദമായാതിരൂപനായാദ്യം ശേഷം പാപഹേതുവായി പതനനാമമായാദം അവനൊരുവൻ വഴിയായി തൻ പാപജപം വഴിയായി അവനൊരുവൻ വഴിയായി തൻ പാപജപം വഴിയായി ഹൃദയണഞ്ഞു മിഴിനനഞ്ഞു വഴിമറഞ്ഞു ആദിനരൻ വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം പാപഹാരിയായി പാതിരാവിലായി ജനനം ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം പാപഹാരിയായി പാതിരാവിലായി ജനനം ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി കുരിശിലേറി മൃതിയടഞ്ഞു മോക്ഷമേകി ഉത്തിതനാ വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി
ഹർഷബാഷ്പമായി കരകടലില പകലതിശയ കാഴ്ചകളായി. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം, ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. ഓം പരിപാവനാത്മം വചനം, ഓം പരിത്രാണസ്നേഹം വചനം, ഓം പരിഹാരയാഗം വചനം. പ്രശാന്തഗിരി യൂണിറ്റ് രൂപീകൃതമായ 2002 ചാണ്ടി ചുനക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിലാണ് മാതൃവേദി ആദ്യമായിട്ട് പ്രശാന്തഗിരി രൂപീകൃതമായത്. അന്ന് 45 അമ്മമാരോളം മെമ്പർഷിപ്പ് എടുക്കുകയും നല്ല രീതിയിൽ വളരെ ഭംഗിയായി മാതൃവേദി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ വൈദികരും പ്രശാന്തഗിരിയിലെ അമ്മമാർക്ക് നല്ല സപ്പോർട്ട് തരികയും അവരെ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നേതൃത്വം നൽകി. കൂടെ ഉണ്ടായിരുന്ന കാട്ടുമൂല പള്ളിയിൽ നിന്ന് വന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ആനിമേറ്റഡ് സിസ്റ്റേഴ്സും ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ മൈക്കിളച്ചൻ മേഖലാ ഡയറക്ടറും കൂടിയാണ്. മേഖലാ ഡയറക്ടറും കൂടിയായ മൈക്കിളച്ചൻ പ്രശാന്തഗിരി യൂണിറ്റ് വളരെ നല്ല രീതിയിലും ഭംഗിയായും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ഓരോ വാർഡിലെ അമ്മമാരാണ് പള്ളിയും പരിസരവും വൃത്തിയാക്കുന്നത്. അന്നേ ദിവസം വരുന്ന എല്ലാ അമ്മമാരും പിറ്റേ ദിവസത്തെ ഞായറാഴ്ചത്തെ 8 മണിക്കത്തെ കുർബാനയ്ക്ക് പിടിയേരി കൊണ്ടുവരികയും ആ പിടിയേരി കുർബാനയ്ക്ക് മുമ്പായി കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ആ കാഴ്ചവെച്ച് കിട്ടുന്ന പിടിയേരി സമാഹരിച്ച് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അർഹരായവരെ കണ്ടെത്തി ഇടവകയിലാണെങ്കിൽ ഇടവകയിൽ, പുറത്താണെങ്കിൽ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, കുഞ്ഞുകുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ഇടവകയിലുള്ള നല്ലവരായ ചേട്ടന്മാരിൽ നിന്ന് ഞങ്ങൾ കളക്ഷൻ പിരിച്ച് വാങ്ങി കൊണ്ടുപോയി കൊടുക്കാറുമുണ്ട്. അതോടൊപ്പം രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അല്ലാതെ അമ്മമാരും കൂട്ടായി ഒന്നിച്ചു പോയി സഹകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണവും സാമ്പത്തികമായിട്ടും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ മേഖലയിലേക്കും ഞങ്ങളുടെ ഡയറക്ടർ മേഖലയിലായതുകൊണ്ടും ഞാനും അവിടെ ഒരു മേഖലയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ടും മേഖലയിലും ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മേഖലാ തലത്തിൽ ഞങ്ങൾ ആസ്പത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, മറ്റ് നല്ല കാര്യങ്ങളൊക്കെ മേഖലയിലും ചെയ്തു വരുന്നുണ്ട്. ഇടവകയിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ആസ്പത്രികളിൽ പോയി ഭക്ഷണം ഞങ്ങൾ തന്നെ സാമ്പത്തികം കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി രോഗികൾക്ക് വിളമ്പി കൊടുത്ത് കൂടെ കഴിച്ച് എല്ലാവരെയും സന്ദർശിച്ച് തിരിച്ചു പോരുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇവിടെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ 2 ദിവസമാണെങ്കിൽ 2 ദിവസം, 3 ദിവസമാണെങ്കിൽ 3 ദിവസം ഞങ്ങൾ അവിടെ പോയി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മൃതസംസ്കാര ചടങ്ങിൽ സജീവമായി പങ്കെടുക്കാറുമുണ്ട്. കഷ്ടതയുള്ളവരെ, കണ്ണീരുള്ളവരെ,
അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു, അവിരാമം മുഴങ്ങുന്നു. ഷഡ്ജമാധാര സ്വരവരമായൻ ഉൾത്തടമാകെ ആഴമാ ശാന്തമാ സ്വർഗീയനാദമേ പ്രണാമം, പ്രണാമം. ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ. നി സ സ നി സ ഗ സ സ സ നി സ ഗ മ പ മ ഗ ഗ മ പ നി 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 മ പ നി സ സ സ നി സ ഗ സ നി സ സ സ നി പ നി 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 പ മ പ പ പ മ ഗ മ മ ഗ മ ഗ. ആദിമവചനത്തിൻ ശംഖൊലിനാദത്തിൽ ആദ്യമുണർന്നു ഈയുലകം. സത്യസനാതനനാദതരംഗത്തിൽ ആകാശഗോളങ്ങൾ രൂപിതമായി. ആദിപരം പൊരുളേ ജീവൻ ഉറവിടമേ, ആദിപരം പൊരുളേ ജീവൻ ഉറവിടമേ. വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീ. വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീയേ. മമ ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു. നിത്യ ചൈതന്യമേ, നിത്യ ചൈതന്യമേ. ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ. മതദർശനങ്ങളി മണ്ണിലുണർന്നു മോക്ഷമാം നിൻ മാർഗം ധ്യാനിക്കുവാൻ. വേദസദ്ഗ്രന്ഥങ്ങളാകെ നിറഞ്ഞു നിന്റെ നിഗൂഢമാ ജ്ഞാനമതും. ഒടുവിൽ മാനവനാ മണ്ണിൽ നീ വന്നു, ഒടുവിൽ മാനവനായി മണ്ണിൽ നീ വന്നു. ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീ. ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീയേ. മമ ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു.
స స ని ని స స గ గ స స ని ని స గ గ స ని ని స గ గ స స గ మ గ గ మ ప మ మ ప ని ప ప ని స ని ని స గ స ని ని స స గ గ స స ని ని స స గ గ స స ని ని స గ గ స ని ని స గ గ స స గ మ గ గ మ ప మ మ గ స ని స గ స ని ప ని స ని ప మ ప మ గ స ని స గ స ని ప ని స ని ప మ ప స స గ గ మ మ ప ప గ గ మ మ ప ప ని ని స స గ గ మ మ ప ప గ గ మ మ ప ప ని ని మ మ ప ప ని ని స స గ మ ప గ మ ప ని మ ప ని స ప ని స గ స గ మ గ మ ప మ ప ని ప ని స ని స గ స గ మ ప ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോ